നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. സമ്പൂർണ്ണ വാരഫലം ജൂലൈ 5 മുതൽ 11 വരെയുള്ള നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യകാൽ ഭാഗം. തൊഴിൽ രംഗത്ത് ചില നിർണായകമായ വഴിത്തിരിവുകൾ ഉണ്ടാകുവാനും പുതിയ അവസരങ്ങൾ വന്നു ചേരുവാനും സാധ്യതയുള്ള ഒരാഴ്ചയാണിത്. സാമ്പത്തിക ഇടപാടുകളിലും വായ്പകളിലും അതീവ ശ്രദ്ധ പുലർത്തുന്നത് വലിയ ഗുണം ചെയ്യും. ചില ആളുകൾ തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചേക്കാം, അതിനാൽ ജാഗ്രത വേണം. വാരത്തിന്റെ മധ്യത്തോടെ മുൻപ് തെറ്റിദ്ധരിക്കപ്പെട്ട ബന്ധങ്ങൾ വീണ്ടും ഒന്നാകുവാൻ നല്ല സാഹചര്യമുണ്ട്. ശിരോരോഗങ്ങൾ അലട്ടുന്നവർ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം കരുതൽ പുലർത്തേണ്ടതുണ്ട്. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. ഈ ആഴ്ച മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ജോലിയിൽ നിലനിന്നിരുന്ന തടസ്സങ്ങൾ മാറി മുന്നോട്ടു പോകാനും സ്ഥാനക്കയറ്റം ലഭിക്കാനും അനുകൂലമായ സാഹചര്യമുണ്ടാകും. സാമ്പത്തികമായി സുസ്ഥിര കൈവരിക്കാൻ നല്ല അവസരങ്ങൾ വരും. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും ഐക്യവും വർദ്ധിക്കും. മാനസികമായി വലിയ ധൈര്യവും ഉത്സാഹവും അനുഭവപ്പെടും. എങ്കിലും അനാവശ്യ ബന്ധങ്ങൾ മൂലം പുതിയ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകിച്ച് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർ അതീവ ജാഗ്രത പാലിക്കുക. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. വാരാന്ത്യത്തോടെ ജോലിയിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുവാനും ശത്രുക്കളെ അതിജീവിക്കുവാനും സാധിക്കും. എന്നാൽ ദാമ്പത്യ ജീവിതത്തിൽ കുടുംബത്തിലും കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് പ്രധാനമാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റിദ്ധാരണകളും വിശ്വാസക്കുറവും ഉണ്ടാകുവാനും അത് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കുവാനും സാധ്യത കാണുന്നു. കുട്ടികൾക്ക് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. സ്വത്ത് സംബന്ധമായ കേസുകളിൽ ചില പരാജയങ്ങൾ നേരിടേണ്ടി വരാം. സർക്കാർ തലത്തിലുള്ള അന്വേഷണങ്ങളോ സാമ്പത്തികമായ നൂലാമാലകളോ നേരിടേണ്ടി വന്നേക്കാം എന്നതിനാൽ നിയമപരമായി ജാഗ്രത പുലർത്തുക. കർക്കടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. വാരത്തിന്റെ തുടക്കത്തിൽ മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കുമെങ്കിലും തിരിച്ച് ചില തിക്ത അനുഭവങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ഗ്രഹങ്ങളുടെ മാറ്റം അനുകൂലമല്ലെങ്കിലും സ്വത്തുക്കൾ സംബന്ധിച്ച ചില പ്രതിസന്ധികൾ വരാൻ ഇടയുണ്ട്. ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ വരാൻ ഇടയുള്ളതിനാൽ ഭക്ഷണകാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുക. വാരം മധ്യത്തോടുകൂടി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയ പേരും പ്രശസ്തിയും ഉണ്ടാവും. മേലധികാരിയുടെ പ്രശംസ ലഭിക്കുവാനും ജോലിയിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകുവാനും ഇടയുണ്ട്. വളരെ കാലമായി കാണാതിരുന്ന കുടുംബാംഗങ്ങളെയും ബന്ധുക്കളെയും കണ്ടുമുട്ടുവാൻ അവസരം ലഭിക്കും. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. വാരത്തിന്റെ തുടക്കത്തിൽ രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയും അംഗീകാരവും ലഭിച്ചേക്കാം. എന്നാൽ വാരം മധ്യത്തോടെ ശത്രുക്കളുടെ ഉപദ്രവവും നേത്രരോഗങ്ങൾ വാതരോഗങ്ങൾ പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും അലട്ടാൻ സാധ്യതയുണ്ട്. ചില വ്യവഹാരങ്ങളിൽ തിരിച്ചടിയും തൊഴിൽപരമായ ക്ലേശങ്ങളും വർദ്ധിച്ചേക്കാം. പ്രയത്നത്തിനനുസരിച്ച് അർഹമായ പ്രതിഫലം ലഭിക്കാത്ത അവസ്ഥയും ഉണ്ടായേക്കാം. അനാവശ്യമായ കൂട്ടുകെട്ടുകൾ മൂലം മാനഹാനി ഉണ്ടാകാതിരിക്കാൻ സുഹൃത്ത് ബന്ധങ്ങളിൽ ശ്രദ്ധിക്കുക. വാരം അവസാനത്തോടെ തൊഴിൽ വിജയവും സാമ്പത്തിക പുരോഗതിയും ഉണ്ടാകുവാൻ യോഗമുണ്ട്. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. വാരത്തിന്റെ തുടക്കത്തിൽ തൊഴിൽ വിജയം, ശത്രുഹാനി, ഉയർന്ന സ്ഥാനലബ്ധി എന്നിവയ്ക്ക് യോഗമുണ്ട്. എഴുത്തുകാർക്ക് തങ്ങളുടെ സൃഷ്ടികൾ അംഗീകരിക്കപ്പെടുന്ന നല്ല കാലമാണിത്. ലോട്ടറി പോലുള്ള ഭാഗ്യപരീക്ഷണങ്ങളിലൂടെ ധനലാഭത്തിനും സാധ്യത കാണുന്നു. എന്നാൽ വാരം മധ്യത്തോടെ ബന്ധുജനങ്ങളുമായി ചില വിരോധങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. തന്റേതല്ലാത്ത കാരണത്താൽ അനാവശ്യമായ അപവാദങ്ങൾ കേൾക്കുവാൻ ഇടവന്നേക്കാം. മാനസികമായും ശാരീരികമായും ചില സുഖക്കുറവുകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ജീവിത പങ്കാളിയുടെ നല്ല നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നത് പല നഷ്ടങ്ങളും കലഹങ്ങളും ഒഴിവാക്കുവാൻ ഉപകരിക്കും. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ഈശ്വരാധീനം വർദ്ധിക്കുകയും പറയുന്ന വാക്കുകൾക്ക് വലിയ ശക്തി ലഭിക്കുകയും ചെയ്യുന്ന നല്ല സമയമാണിത്. രാഷ്ട്രീയത്തിലുള്ളവർക്ക് പദവിയിൽ ഉയർച്ചയും ശത്രുക്കളുടെ മേൽ വിജയവും ഉണ്ടാകും. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റവും അന്യദേശവാസവും പ്രതീക്ഷിക്കാം. ജീവിത സുഖ സൗകര്യ വർധനവിനും നവീന ഗ്രഹോപകരണങ്ങൾ വാങ്ങുന്നതിനും യോഗമുണ്ട്. എന്നാൽ വാരം അവസാനിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ചതിക്കുഴികളിൽ പെടുവാനോ വിശ്വാസവഞ്ചന നേരിടുവാനോ ഇടയുള്ളതിനാൽ അന്യരെ അമിതമായി വിശ്വസിക്കരുത്. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. വാരത്തിന്റെ തുടക്കത്തിൽ അനാവശ്യമായ കൂട്ടുകെട്ടുകൾ മാനഹാനിക്കും ധനനഷ്ടത്തിനും ഇടയാക്കിയേക്കാം. ചില തെറ്റിദ്ധാരണകൾ കാരണം മേലധികാരിയുടെ അപ്രീതി സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ ജോലിയിൽ ശ്രദ്ധ വേണം. മാതാപിതാക്കൾക്ക് സന്താനങ്ങളെ ഓർത്ത് ചെറിയ മനക്ലേശങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ വാരം മധ്യത്തോടെ സാഹചര്യങ്ങൾ അനുകൂലമാകും. സംഗീതം, നൃത്തം തുടങ്ങിയ കലാപരമായ മേഖലകളിലുള്ളവർക്ക് പുതിയ അവസരങ്ങൾ തേടിവരുന്ന വാരമായിരിക്കും ഇത്. ശത്രുനാശം, ധനനേട്ടം, ദാമ്പത്യ എന്നിവയും ഈ സമയത്ത് പ്രതീക്ഷിക്കാം. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. വാഹന അപകടങ്ങളിൽ നിന്നും അത്ഭുതപൂർണമായി രക്ഷപ്പെടുന്നതിനുള്ള യോഗം കാണുന്നു. എങ്കിലും യാത്രകളിൽ ജാഗ്രത വേണം. ഹൃദ്രോഗം, നേത്രരോഗം എന്നിവയുള്ളവർ ആരോഗ്യകാര്യങ്ങളിൽ ഒട്ടും അലംഭാവം കാണിക്കരുത്. വിദഗ്ധ ചികിത്സ തേടുന്നത് ഉചിതമാണ്. അനാവശ്യമായ കോപം ജീവിതത്തിൽ പലതരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ദ്രവ്യനാശത്തിനും മാനഹാനിക്കും കാരണമാവുകയും ചെയ്യും. അനാവശ്യ ചെലവുകൾ വർദ്ധിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വാരം അവസാനത്തോടെ സാമ്പത്തിക ഉന്നതി, സ്ഥാനക്കയറ്റം, മനോസന്തോഷം എന്നിവ ഉണ്ടാകും.
മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. വാരത്തിന്റെ തുടക്കത്തിൽ വിദേശവാസം, പുതിയ ജോലി, വ്യാപാരം എന്നിവ വഴി നല്ല ധനലാഭം ഉണ്ടാകും. നവീന ഗ്രഹയോഗവും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനുമുള്ള സാധ്യതയുമുണ്ട്. അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങളും പ്രതീക്ഷിക്കാം. എന്നാൽ വാരം മധ്യത്തോടെ കുടുംബാംഗങ്ങളുടെ അനാവശ്യമായ ഇടപെടലുകൾ മൂലം മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. സന്താനങ്ങളെക്കുറിച്ചുള്ള വേവലാതികളും ജലത്തിൽ നിന്നുള്ള ഭയവും ഈ സമയത്ത് ഉണ്ടായേക്കാം എന്നതിനാൽ കരുതൽ വേണം. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. ആരോഗ്യകാര്യങ്ങളിലും സാമ്പത്തിക കാര്യങ്ങളിലും ചെറിയ ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെടുന്ന വാരമാണിത്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ചില നല്ല നേട്ടങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ജീവിത പങ്കാളിക്കോ അടുത്ത ബന്ധുക്കൾക്കോ അസുഖങ്ങളോ താൽക്കാലിക വേർപിരിയലുകളോ വരാനിടയുണ്ട്. അമിതമായ കോപം ബിസിനസ്സിലും കുടുംബത്തിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. സഹോദര സ്ഥാനത്തുള്ളവരിൽ നിന്നും മികച്ച സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം. ഉദരരോഗം, ഹൃദ്രോഗം എന്നിവ ഉള്ളവർ ആരോഗ്യകാര്യങ്ങളിൽ അതീവ ജാഗ്രത പാലിക്കുക. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ശത്രുക്കളെ അതിജീവിക്കാനുള്ള ശേഷി വർദ്ധിക്കുകയും തൊഴിൽ രംഗത്ത് വലിയ വിജയവും ഉയർന്ന സ്ഥാനലബ്ധിയും ലഭിക്കുകയും ചെയ്യും. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് പദവികളും സ്ഥാനമാനങ്ങളും നേടാനും പ്രവർത്തനങ്ങളിൽ വലിയ വിജയം കൈവരിക്കുവാനും പ്രശസ്തി വർദ്ധിക്കുവാനും സാധ്യതയുണ്ട്. എഴുത്തുകാർക്ക് അവരുടെ സൃഷ്ടികൾക്ക് വലിയ അംഗീകാരങ്ങൾ ലഭിക്കുന്നതിനുള്ള അനുകൂല സമയമാണിത്. അന്യദേശവാസം സംബന്ധിച്ച കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.